Hi everyone, I am Mubashira Rashid from Core Micron. ഒരുപാട് പേരുടെ ഒരു കൺഫ്യൂഷനാണ് എന്തിനാണ് ഈ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിക്കുന്നത് എന്നുള്ളത്. ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞത് ഒരു വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റും ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റും കമ്പൈൻ ചെയ്ത് പഠിക്കുന്നതാണ് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ്. നിങ്ങളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ അതിൽ വിസിബിൾ ആയിട്ടുള്ള പാർട്ടുകൾ, നിങ്ങൾ കാണുന്ന പാർട്ടുകൾ ഡിസൈൻ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതുമാണ് ഫ്രണ്ട് എൻഡ് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. HTML, CSS, Bootstrap, ജാവാസ്ക്രിപ്റ്റിനെ തന്നെ ഫ്രെയിംവർക്കുകളായിട്ടുള്ള React.js, AngularJS എന്നിവയാണ് ഫ്രണ്ട് എൻഡ് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സിൽ വരുന്നത്. ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിസിബിൾ അല്ലാത്തൊരു പാർട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഒരു ഷോപ്പിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ ആ ഷോപ്പിൻ്റെ എല്ലാ ഡാറ്റകളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഡാറ്റാബേസിലാണ്. ഈ ഡാറ്റാബേസ് കണക്ഷൻസും ഡാറ്റ പാസ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ബാക്ക് എൻഡിൽ ചെയ്യുന്നത്. മെയിനായിട്ട് PHP, Python, Java, .NET എന്നിങ്ങനെയുള്ളതാണ് ബാക്ക് എൻഡിൽ വരുന്ന ലാംഗ്വേജുകൾ. ഇനി ഇതൊന്നും കൂടാതെയുള്ള ഒരു അഡ്വാൻസ്ഡ് സ്റ്റാക്കാണ് മെയിൻ സ്റ്റാക്ക് ആൻഡ് മെയിൻ സ്റ്റാക്ക്. എന്താണ് മെയിൻ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ MongoDB, ExpressJS, React.js, Node.js. ഇതിൽ React.jsന് പകരം AngularJS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മെയിൻ സ്റ്റാക്ക് ആകും. ഇവിടെ MongoDB എന്ന് പറയുന്നത് ഡാറ്റാബേസും React.js എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടുമാണ്. കൂടാതെ തന്നെ ExpressJSഉം Node.jsഉം ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രെയിംവർക്കുകളാണ്. ഇതിൽ ഏത് ലാംഗ്വേജ് പഠിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ഒരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ കഴിയുക? അഡ്വാൻസ് ടെക്നോളജിയിൽ നമ്മൾ ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുമല്ലേ? ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സിനെ കുറിച്ചും ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർ നമ്മളുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടാം.